ഇവളെ എന്നല്ല, ഇവളെ ചുറ്റിപ്പറ്റിയുള്ള എന്തിലെങ്കിലും ഈ നശിച്ചവൻ്റെ കണ്ണുകൾ പതിഞ്ഞാൽ അന്ന് തീർക്കും നിന്റെ മകൻ്റെ ജീവിതം ഞാൻ. വയസ്സാങ്കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ തള്ളയ്ക്കും തന്തയ്ക്കും ആളില്ലാത്ത അവസ്ഥയിലാക്കാൻ നിൽക്കണ്ട. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിലെ രൂക്ഷമായ നോട്ടത്തെ താങ്ങാനാവാതെ കിരണിൻ്റെ അമ്മ കിരണിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. സിദ്ധാർത്ഥാവട്ടെ ദേഷ്യത്തിൽ മുകളിലേക്ക് കയറി. ഗൗരി താനിനി എന്ത് ചെയ്യണമെന്നറിയാതെ അല്പനേരം നിശാബാധയായി നിന്നുപോയി. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. അല്പം കഴിഞ്ഞിട്ടും സിദ്ധാർത്ഥിനെ കാണാതെ ആയപ്പോൾ ഗൗരി അവൻ്റെ റൂമിലേക്ക് നടന്നു. അവിടെ ജനലിൻ്റെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നവനെ കണ്ടവൾ ഒരു നേരിയ ഭയത്തോടെ അവൻ അരികിലേക്ക് ചെന്നു. പതിയെ അവൻ്റെ വിരിഞ്ഞ തോളിൽ പിടിച്ചു. അവനൊന്ന് തിരിഞ്ഞു നോക്കി. കണ്ണുകൾ ചുവന്ന് കോപത്തിൻ്റെ അങ്ങേ അറ്റം എത്തിയിരുന്നു അവനെന്ന് അവൾക്കൊറ്റ നോട്ടത്തിൽ മനസ്സിലായി. അവൾ അവനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചുകൊണ്ട് അറിയാതെ കരഞ്ഞുപോയി. സിദ്ധാർത്ഥ്, നിങ്ങൾ എന്നെ വിട്ടുകളയുമോ? എന്നെ മറ്റാരെങ്കിലും? അത് പറഞ്ഞു തീരും മുന്നേ അവൻ തിരിഞ്ഞവളെ വാരിപ്പുണർന്നു. അങ്ങനെ വിട്ടുകൊടുക്കാനല്ല പെണ്ണെ നിന്നെ ഈ സിദ്ധാർത്ഥ് നെഞ്ചോട് ചേർത്തത്. ഇനി നീ പോയാൽ പോലും തേടി കണ്ടെത്തിക്കൊണ്ട് വന്നിരിക്കും. അത്രമേൽ ഞാൻ നിന്നിൽ അലിഞ്ഞു പോയിടേ. ഒരുപക്ഷെ എൻ്റെ അമ്മയേക്കാൾ ഇന്ന് എൻ്റെ മനസ്സിൽ നിന്നോടാണ് ഇഷ്ടം. അതവളിൽ ഒരു കുളിർമഴ പോലെ പെയ്തിറങ്ങുന്ന വാക്കായിരുന്നു. കരയണ്ട, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനിയും നീ എൻ്റെ ആണെന്നറിഞ്ഞവൻ വന്നാൽ തീർത്ത് കളയും അവനെ ഞാൻ. വിഷമിക്കണ്ട, വാ കോളേജിലേക്ക് പോകണ്ടേ. സിദ്ധാർത്ഥ് അതും പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് താഴേക്ക് നടന്നു. വാസു ആഹാരം മേശപ്പുറത്ത് വെച്ച് ഇരുവരെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അല്പസമയമായി. ഗൗരി ചെന്നിരുന്നേലും ആഹാരം കഴിക്കാൻ അവൾക്കാവുന്നില്ലായിരുന്നു. എന്തു പറ്റുമോളെ, ഒന്നും കഴിക്കുന്നില്ലല്ലോ? വാസു ഇടയ്ക്ക് തിരക്കി. അവളേതോ സ്വപ്നത്തിലെന്ന പോലെ ഒന്ന് മൂളി. സിദ്ധാർത്ഥ് അവളെ തന്നെ ഒന്ന് നോക്കിക്കൊണ്ട് കയ്യിലിരുന്ന ആഹാരം അവൾക്ക് നേരെ നീട്ടി. അവൾ അറിയാതെ തന്നെ അത് വാങ്ങുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് വാസുവിന് അവിടെ നിൽക്കാനാവുന്നില്ലായിരുന്നു. വാസു അടുക്കളയിലേക്ക് നടന്നു. സത്യത്തിൽ വാസു തങ്ങളുടെ സ്വകാര്യത നഷ്ടമാക്കുന്നു എന്നൊരു തോന്നൽ സിദ്ധാർത്ഥിനൊരു വേള തോന്നിപ്പോയി. ഗൗരി ഉണ്ടാക്കുന്ന ആഹാരം രുചിയും വാസു ഉണ്ടാക്കുന്ന ആഹാരത്തിലില്ല. ഈ വീടും ഈ ഗൗരിയെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാം അവൻ്റെ മാത്രമെന്ന ചിന്തയാണ് അവൻ്റെ ഉള്ളിൽ. അതിനുള്ളിൽ എവിടെയോ അവളെ പ്രണയിക്കാൻ അവസരം നഷ്ടമാവും പോലെ വാസുവിനെ പറഞ്ഞയച്ചാൽ ഇവിടെ പ്രണയത്തിൻ്റെ ഇടമായി മാറും എന്നവൻ ഒരു വേള ചിന്തിച്ചു. അധികം വൈകാതെ അവർ കോളേജിലേക്ക് ഇറങ്ങി. ബസ് സ്റ്റോപ്പിൽ ആരെയോ കാത്തുന്ന പോലെ അമൃത നിൽപ്പ് തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. എന്നും ഈ വഴി പോകുന്നവനാണ്, ഇന്ന് കാണുന്നില്ല. ഒരു ലിഫ്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ പതിവ് പോലെ പോകുന്ന ബസ്സിൽ കയറിയതുമില്ല. ഈശ്വര, പണിയായോ? അമൃത ഇടയ്ക്കൊന്ന് നെടുവീർപ്പോടെ ഓർത്തു. അധികം വൈകിയില്ല, ദാ വരുന്നു താൻ കാത്ത വ്യക്തി. അമ്മൻ കാർ അവൾക്കരികെ നിർത്തി. കയറുന്നു എന്ന് ചോദിക്കേണ്ട താമസം അവൾ ഡോർ തുറന്നു കയറി. അപ്പോൾ ഗുണ്ടുമുളക് കാത്തു നിൽക്കുമായിരുന്നു അല്ലേ? അവളൊന്ന് ഇളിച്ചു കാട്ടി. AC ഒന്ന് കുറയ്ക്കോ? അവൾ ഇടയ്ക്ക് ചോദിച്ചു. എന്തിന്? നല്ല തണുപ്പ്. അത്ര തണുപ്പാണേൽ എന്നെ ചേർത്ത് പിടിച്ചോ, എനിക്ക് വിരോധമൊന്നുമില്ല. അമ്മൻ കണ്ണിറുക്കി പറഞ്ഞു. അയ്യോ, എൻ്റെ മോനും അത് ബുദ്ധിമുട്ടായാലോ? ഇല്ലടി ഗുണ്ടുമുളകെ, നീ പിടിച്ചു നോക്ക്. വേണ്ടാത്തോണ്ട. ഇത്ര ജാട ഉള്ളവരൊന്നും പിടിക്കണ്ട എൻ്റെ പൊന്നോ. അയ്യോടാ, അതിനാര് പിടിക്കാൻ വരുന്നു? വരണ്ടെന്നോ? ഇരുവരും ഒരു തർക്കത്തിൽ എന്ന പോലെയായി. അന്ന് കോളേജിലെത്തുമ്പോൾ ഗൗരി അമൃതയും കാത്ത് ഫ്രണ്ട് ഗേറ്റിൽ തന്നെ നിന്നു. പതിവ് പോലെ അമൃത വരുന്ന ബസ്സിൽ കാണാതെ ആയപ്പോൾ ഗൗരി ഒന്ന് വിഷമിച്ചേലും അധികം വൈകാതെ ആ കാർ ഗൗരിക്ക് മുന്നിൽ വന്ന് നിന്നു. കാറിനകത്തെ പ്രണയാക്കളെ പോലെ തോന്നിക്കുന്നവരെ കണ്ടതും ഗൗരി അമ്പരുന്നു. ഗൗരിയെ കണ്ടതും അമൃത അയ്യോ എൻ്റെ ദൈവമേ എന്ന അർത്ഥത്തിലൊന്ന് ഇളിച്ചു കാട്ടി. ഈശ്വര, ഇത് എന്ത് മറുമായമെന്ന നോട്ടമായിരുന്നു ഗൗരിക്ക്. അപ്പോഴേക്കും അടുത്ത അവതാരം ബസ്സിൽ വന്നിറങ്ങിയിരുന്നു. കാഞ്ചന മിസ്സാണ്. എന്താ താൻ ഇവിടെ നിൽക്കുന്നത്? ഗൗരിയെ കണ്ടതും കാഞ്ചന കടുപ്പത്തോടെ തിരക്കി. മാം, ഞാൻ അതാ അമൃതയെ കാത്ത്. അത് പറഞ്ഞുകൊണ്ട് ഗൗരി കാറിലേക്ക് നോക്കി. അമൃതയെ മറ്റൊരു പയ്യനുമായി കണ്ടതും കാഞ്ചനയ്ക്ക് ദേഷ്യമാണ് വന്നത്. അമൃത ഇറങ്ങിയത് അമൻ കാറുമായി പോയി. അമൃത നാണത്തോടെ ഗൗരിക്കരികിലേക്ക് വന്നതും എടുത്തു ചാടും പോലെ കാഞ്ചന അവൾക്ക് മുന്നിലായി വന്നു നിന്നു. ഡോ, ആരാടോ അത്? ഏത്? താൻ കാറിൽ വന്നത് ആരുടെ കൂടെയാണെന്ന് കാഞ്ചന തിരക്കിയതും അമൃത കാഞ്ചനയെ ഒന്ന് നോക്കി. ആരായാലും അതറിഞ്ഞും മിസ്സിന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലല്ലോ. ഒരു പുച്ഛം നിറഞ്ഞ പാവത്തിൽ അവളെ പറയുന്നത് കേട്ടതും കാഞ്ചന അവളെ തറപ്പിച്ചൊന്നു. നിനക്കൊന്നും ഇങ്ങനെ മറുപടി തന്നാൽ പോരാ. സിദ്ധാർത്ഥ് സാറിനോടും പറഞ്ഞ് ഇവിടെ നിന്നും പറഞ്ഞു വിടണം. എന്നാലേ നീയൊക്കെ പഠിക്കൂ. നിന്നെയൊക്കെ ഞാൻ ശരിയാക്കുന്നുണ്ട്, നോക്കിക്കോ. നിന്നെയൊക്കെ ഈ കോളേജിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു വിടും. കാഞ്ചന കലിതുള്ളി പറയുന്നത് കേട്ട് ഗൗരി ഒന്ന് ഞെട്ടി.
എന്നാൽ അമൃതയിൽ ഭാവമാറ്റങ്ങളൊന്നും തന്നെയില്ല. മാം, ഈ പറഞ്ഞതെല്ലാം ഉറപ്പിക്കാമോ? ഷട്ടപ്പ്. കാഞ്ചന ഈർഷ്യയോടെ കലിതുള്ളി നടന്നു നീങ്ങി. നീ എന്താ അമൃത ഈ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയുന്നത്? അല്ല, ഞാനിനി ചന്ദനമഴയിൽ അമൃതയെ പോലെ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മേഡം. അയ്യോ, അങ്ങനെയല്ല, ഞാനല്ല ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയത് എന്ന് പറയണമായിരുന്നോടി. എന്തേ? നിന്നോട് പറയാൻ നിൽക്കുന്ന എന്നെ തല്ലാൻ ആളില്ലാഞ്ഞിട്ട് അതാണോ നിന്റെ പ്രശ്നം? ഞാൻ തന്നെ തല്ല. അതും പറഞ്ഞു അമൃത ഗൗരിയുടെ ഷോൾഡറിലൊന്ന് തട്ടി. എടി കുരുപ്പ്, അടങ്ങിയിരിക്കും. അമൃത നിളിച്ചു കാട്ടി. അല്ല മോളെ അമൃത, എന്താ നിന്റെ ഉദ്ദേശം? ഗൗരി സൂക്ഷിച്ചൊന്ന് നോക്കി തിരക്കി. എന്തുദ്ദേശം? അല്ല, ആരെയോ കാണുന്നത് പോലും ദേഷ്യമാണ്, വെറുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കൂടെ തന്നെ കൊഞ്ചിക്കൊഴിഞ്ഞ് വന്നല്ലോ എൻ്റെ അമൃതക്കുട്ടി. അമൃത പിന്നെയും ഇളിച്ചു കാട്ടി. ഇളിക്കാതെടി ഭ്രാന്തി, പറ എന്താ സംഭവം? അത് പിന്നെ ദേ ഒരുമാതിരി സീരിയൽ പോലെ നീട്ടിക്കൊണ്ട് പോകാൻ നിൽക്കണ്ട. സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. എടി അത് പിന്നെ ഇന്നലെ നൈറ്റ് എൻ്റെ ഈശ്വര. പറഞ്ഞു തീരും മുന്നേ ഗൗരി ഞെട്ടി തലയിൽ കൈവച്ചു. പറയടി സാമദ്രോഹി, ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യല്ലേ. അല്ല, നൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിനക്കിപ്പോൾ എല്ലാം നെഗറ്റീവ് ആണല്ലോ. അയ്യോടാ, ആഹാ സത്യപുണ്ണാളത്തി, എൻ്റെ ഈശ്വര. അമൃത നീളിച്ചു കാട്ടി. ഒന്ന് പറ. ഗൗരി അരിശം കയറി ഉച്ചത്തിലലറി. അമൃത ഉണ്ടായതെല്ലാം പുള്ളി തെറ്റാതെ പറഞ്ഞു. എടി ഭയങ്കരി, അപ്പോൾ നിനക്കും അവനെ ഇഷ്ടമായിരുന്നു അല്ലേ? അമൃത നാണം കൊണ്ട് ചുവന്നു. അയ്യോടാ, പെണ്ണിൻ്റെ നാണം നോക്കി. അതും പറഞ്ഞ് നടക്കുമ്പോഴേക്ക് ക്ലാസ്സിൽ കയറാനുള്ള ബെൽ മുഴങ്ങി. പതിവിലും വിപരീതമായി ക്ലാസ്സിൽ വന്ന കാഞ്ചന മിസ് ശാന്തയായിരുന്നു. എന്നാൽ ആ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യം പ്രകടമായി. കാര്യം എന്താണെന്ന് അമൃതയ്ക്കും ഗൗരിക്കും വ്യക്തമാണെങ്കിലും മറ്റാർക്കും മനസ്സിലായില്ല. ഇതേ സമയം സിദ്ധാർത്ഥ് റൗണ്ട്സിനിറങ്ങിയിരുന്നു. കാഞ്ചന മിസ്സിൻ്റെ ക്ലാസ്സിലെ ബഹളം കേട്ട് സിദ്ധാർത്ഥിന് ദേഷ്യമാണ് വന്നു. അവൻ ക്ലാസ്സിനകത്തേക്ക് കയറി. കാഞ്ചന തല വെച്ച് കിടന്ന് ഡെസ്കിൽ ആഞ്ഞൊരു അടി കൊടുത്തു. ചുറ്റുമുള്ളതുമൊക്കെ വായുവിൽ പറത്താൻ ശേഷിയുള്ള അത്രേ ശക്തമായ അടിയായിരുന്നു അത്. കാഞ്ചന രണ്ട് ചെവി ഇറുക്കിപ്പിടിച്ച് ഞെട്ടിപ്പോയി. ക്ലാസ് റൂം മുഴുവൻ നിശബ്ദമായി. എല്ലാവരും എഴുന്നേറ്റ് പേടിയോടെ സിദ്ധാർത്ഥനെ തന്നെ നോക്കി നിന്നു. എന്താ ഇവിടെ? എന്താണെന്ന്? ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവൻ്റെ ശബ്ദം ഇവിടെ ഗംഭീരമായി ഉയർന്നു. ഒരു നേർത്ത ശ്വാസം പോലെ ഉറക്കെ കേൾക്കാവുന്ന അത്രയും നിശബ്ദമായ അന്തരീക്ഷം. കാഞ്ചനെ തറപ്പിച്ചു നോക്കി സിദ്ധാർത്ഥ്. എന്താ ഇവിടെ? ക്ലാസ് എടുക്കാൻ വന്നതാണെങ്കിൽ അത് ചെയ്യണം, അല്ലാതെ കിടന്നുറങ്ങാനല്ല തനിക്കൊക്കെ ഇവിടെ ശമ്പളം തരുന്നത്. സാർ, ഞാൻ പിന്നെ. പെട്ടെന്ന് തന്നെ കൈ ഉയർത്തി സിദ്ധാർത്ഥ് കാഞ്ചനയെ തടഞ്ഞു. താൻ ഓഫീസിലേക്ക് വാ, ബാക്കി അവിടെ വെച്ച്. അതും പറഞ്ഞ് സിദ്ധാർത്ഥ് നടന്നതും എല്ലാവരും ഒരു നെടുവീർപ്പോടെ സീറ്റുകളിലേക്ക് ഇരുന്നു. ഇങ്ങേർക്ക് എന്താടി ഇന്ന് വട്ടായോ? പലരും തിരക്കി. കാഞ്ചന അമൃതയും ഗൗരിയും തറപ്പിച്ചു നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥിന് പിന്നാലെ പോയത്. സിദ്ധാർത്ഥ് പോയതും കാഞ്ചന അമൃതയും ഗൗരിയും തറപ്പിച്ചു നോക്കിക്കൊണ്ട് ക്ലാസ്സിന് വെളിയിലൂടെ സിദ്ധാർത്ഥിൻ്റെ കൂടെ നടന്നു. അവനൊപ്പം നടക്കുമ്പോൾ ശകാരം കേൾക്കാനാണെങ്കിലും അവൾക്കതൊരു മധുര നിമിഷം പോലെ തോന്നി. ഗൗരിയോടുള്ള അടങ്ങാത്ത കോപത്തിൻ്റെ തീ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ താൽക്കാലികമായി അണഞ്ഞതുപോലെയായിരുന്നു അവിടെ മനസ്സിൽ. ഇടി കഴുതേ, ആ പോക്കത്ര പന്തിയല്ല കേട്ടോ. അമൃത ഗൗരി ഒന്ന് തട്ടിക്കൊണ്ടു പറഞ്ഞു. അതുവരെ കാര്യം പിടികിട്ടാതിരുന്ന ഗൗരി അവൾ പറഞ്ഞപ്പോൾ ഒന്ന് പതറി. എങ്കിൽ സിദ്ധാർത്ഥ് അത്തരത്തിലുള്ള ഒരാളല്ലെന്ന് ഗൗരിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അമൃതയുടെ വാക്കുകൾ അവൾ കാര്യമായി എടുത്തില്ല. ഇതേസമയം സിദ്ധാർത്ഥിൻ്റെ ഓഫീസ് റൂമിൽ സിദ്ധാർത്ഥ് സീറ്റിലിരുന്നുകൊണ്ട് കാഞ്ചനെ തറപ്പിച്ചു നോക്കി. താനൊക്കെ രാവിലെ കെട്ടിയൊരുങ്ങി വരുന്നത് എന്തിനാടോ? അതൊരു ക്ലാസ് റൂമാണോ അതോ വല്ല ചന്തപ്പുരയുമാണോ? അവിടെ കിടന്ന് ബഹളവും അലമ്പും. താൻ നല്ല സുഖമായി കിടന്നുറങ്ങുന്നു. സാർ, ഞാൻ ഉറങ്ങിയതൊന്നുമല്ല, എൻ്റെ മനസ്സ് വല്ലാത്തൊരു അസ്വസ്ഥതയിലായിരുന്നു. ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇന്ന് ക്ലാസ് ഇങ്ങനെ ചെയ്യില്ല. വീട്ടിലെ പ്രശ്നവും നാട്ടിലെ പ്രശ്നവും കോളേജിന് വെളിയിൽ വെക്കണം. ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കരുത്. ഈ പ്രശ്നം ഒരിക്കലും നാട്ടിലോ വീട്ടിലോ ഉള്ളതല്ല. ക്ലാസ്സിലെ 2 കുട്ടികൾ കാരണം എനിക്ക് എൻ്റെ സമനില തെറ്റുന്നു. സിദ്ധാർത്ഥ് കണ്ണുകൾ കൂർപ്പിച്ചു. അവളെ ഒന്ന് സംശയത്തോടെ നോക്കി. ഏതാണ് ആ വിദ്യാർത്ഥികൾ? സാർ, അത് ഗൗരിയും അമൃതയുമാണ്. ഗൗരിയും അമൃതയും തനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ക്ലാസ്സിൽ നൽകുന്നത്? ഇന്നുണ്ടായ സംഭവം പറയാം. ഇന്ന് അമൃത വളരെ വൈകിയാണ് എത്തിയത്. അവൾ വരുന്ന ബസ്സിലല്ല ഇന്ന് വന്നത്, പകരം മറ്റൊരു പയ്യൻ്റെ കൂടെ കാറിലാണ് വന്നത്. ഞാൻ അതിനെ ചോദ്യം ചെയ്തപ്പോൾ അവൾ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഒരു വിദ്യാർത്ഥിയിൽ നിന്നും കേൾക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് അവൾ എന്നോട് പറഞ്ഞത്. ക്ലാസ്സിലെ 2 പേരും വലിയ ശല്യം തന്നെയാണ്. അമൃത മറ്റൊരാളുടെ കാറിൽ വന്നു എന്നോ താൻ കണ്ടോ? അതെ സാർ, ഞാൻ കണ്ടു. സിദ്ധാർത്ഥ്, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? പുറത്തു നിന്നും അവൻ്റെ ശബ്ദം കേട്ടത് സിദ്ധാർത്ഥ് അവനെ അകത്തേക്ക് വിളിച്ചു. എന്താണ് മോനെ, വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ? അതെ അതെ, വലിയ ചർച്ചയിലാണ്. കാഞ്ചന മിസ്സിൻ്റെ പരാതിക്കെട്ടുകൾ അഴിക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് കാഞ്ചനയെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു. എനിക്ക് കേൾക്കാൻ പറ്റിയ വല്ലതുമാണോ? അവൻ തിരക്കി. പിന്നെന്താ, നീ ഇരിക്കെ. സിദ്ധാർത്ഥ് സാർ, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ആ 2 പെൺകുട്ടികൾ അവർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഇനി ഞാൻ മാന്യമായി ചോദിച്ച ചോദ്യത്തിനാണ് അമൃത എന്ന വിദ്യാർത്ഥി എൻ്റെ നേർക്ക് കുരിച്ചുചാടിയത്.
അമൃത എന്ന് കേട്ടതും അമൻ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. മനസ്സിലായില്ല അല്ലേ അമൻ? ഗൗരിയും അമൃതയുമാണ് പോലും ടീച്ചർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുട്ടികൾ. ഇന്ന് ഏതോ പയ്യൻ അമൃതയെ കാറിൽ കൊണ്ടുവന്നിറക്കിയെന്ന് ചോദിച്ചപ്പോൾ അമൃത എന്തൊക്കെയോ പറഞ്ഞു എന്നാണ് ടീച്ചർ പറഞ്ഞത്. സിദ്ധാർത്ഥ്, ഏതോ പയ്യനല്ല, ഞാൻ അവളെ കൊണ്ടുവന്നത്. അതിനിപ്പോൾ കാഞ്ചന മിസ്സിന് എന്താ പ്രശ്നം? അമൃതയ്ക്കും എനിക്കും ഇല്ലാത്ത പ്രശ്നം എന്തിനാ മേഡത്തിന്? അവൻ്റെ മറുപടി കേട്ടതും സിദ്ധാർത്ഥ് ഒന്ന് അവനെ നോക്കി. എടാ കള്ളത്തിരുമാലി, എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം? കാഞ്ചനയ്ക്ക് പിന്നീട് എന്ത് പറയണമെന്ന് യാതൊരു പിടിയുമില്ലായിരുന്നു. അവൾ ആകെ തകർന്നു പോയ അവസ്ഥയിലായിരുന്നു. പിന്നാലെ സിദ്ധാർത്ഥും അമ്മനും കേട്ടത് അവളുടെ തേങ്ങലുകളാണ്. ഷട്ടപ്പ്! ദേഷ്യത്തിൽ മേശപ്പുറത്ത് ആഞ്ഞൊരു അടി കൊടുത്തതും കാഞ്ചന ഞെട്ടി പിന്നോട്ടാഞ്ഞു. മേലിൽ ഗൗരിയെപ്പറ്റിയോ അമൃതയെപ്പറ്റിയോ ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കാൻ നോക്കണ്ട. ഇനി ഇത് തുടരാനാണ് പാവമെങ്കിൽ തനിക്ക് രാജിവെച്ച് പോകാം. അതും കേട്ടത് കാഞ്ചന ഒന്ന് അമ്പരന്നു. ഇല്ല സാർ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതും പറഞ്ഞ് കാഞ്ചന പുറത്തേക്ക് ഓടുകയായിരുന്നു. കാഞ്ചന പോയത് സിദ്ധാർത്ഥ് അമ്മനെ സൂക്ഷിച്ചെന്ന് നോക്കി. എന്താടാ എന്നെ കാണാത്ത പോലെ നോക്കുന്നത്? അല്ല, നിൻ്റെ അവളുടെ മനസ്സിലിരിപ്പ് ഓർത്തതാ. കണ്ടാൽ രണ്ടും കീരിയും പാമ്പും. പിന്നെ ഇപ്പോൾ എങ്ങനെ? അതേടാ ഇന്നലെ നൈറ്റ്. അമൻ പറഞ്ഞു തീരും മുൻപ് സിദ്ധാർത്ഥ് ഞെട്ടി അവനെ നോക്കി. അയ്യോ അതല്ല. പിന്നീട് അമൻ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്തു.